എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഒരു നാടൻ പലഹാരമായ ആലങ്ങയാണ് ഇന്നുണ്ടാക്കുന്നത്. ഓണത്തിനും വിഷുവിനും ഒക്കെയാണ് സാധാരണയായിട്ട് എല്ലാവരും ആലങ്ങ ഉണ്ടാക്കാറ്. നാടൻ പലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തീർച്ചയായിട്ടും ഈ ഒരു പലഹാരവും ഇഷ്ടപ്പെടും. ഈ പലഹാരം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കഴിക്കുന്ന സമയത്ത് ഏകദേശം ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും. കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറേ കാലം നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും ഇതുപോലെ ക്രിസ്പി ആയിട്ട് ഇരിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ കുറച്ച് ശർക്കര ഉരുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഏകദേശം ഒരു 150 ഗ്രാം ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആലങ്ങയ്ക്ക് വേണ്ടിയിട്ട് ശർക്കര ഉരുക്കുമ്പോൾ അത് ഒരു നൂൽ പരുവത്തിലൊന്നും വരേണ്ട ആവശ്യമില്ല. വെറുതെ ഒന്ന് ഉരുക്കിയെടുത്താൽ മാത്രം മതി. അടുത്തതായിട്ട് വേണ്ടത് 1 കപ്പ് വറുത്ത അരിപ്പൊടി, 1/2 കപ്പ് തേങ്ങ ചിരകിയത്. ഇത് കുറച്ച് ചുക്കുപൊടിയാണ്. ചുക്കുപൊടി വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ നല്ല സ്ട്രോങ് ആയിരിക്കും. വളരെ കുറച്ചെടുത്താൽ മതി. ഇത് ഞാൻ മേടിച്ചതായതുകൊണ്ട് അധികം സ്ട്രോങ് അല്ലാത്ത ഫ്ലേവറാണ്. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നത്. 2-3 ഏലക്ക ചതച്ചത്, കുറച്ച് ജീരകം ചതച്ചത്, ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് വേണ്ടത്. കുറച്ച് നെയ്യും കൂടി ഇതിലേക്ക് ആവശ്യമാണ്. ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാകുമ്പോൾ 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലെ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇതുപോലെ ചെയ്യുമ്പോൾ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. തേങ്ങ നന്നായിട്ട് ചൂടാകുമ്പോഴേക്ക് ഇതിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങും. ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. വെള്ളമൊക്കെ വറ്റി ഇവിടെ നല്ലൊരു മണം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. ഏലക്ക ചതച്ചത്, ജീരകം ചതച്ചത്, കുറച്ച് ചുക്ക്, ഇവയെല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്ന ചേരുവകളെല്ലാം ഇതേ അളവിൽ തന്നെ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിലും കൂടുതലായിട്ട് ജീരകവും ഏലക്കായും ചുക്കും ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ചേർത്തിരിക്കുന്ന സാധനങ്ങളുടെയൊക്കെ ടേസ്റ്റ് കൂടുതലായിട്ട് എടുത്തു നിൽക്കും. ഇവിടെ ഇപ്പോൾ ചേർത്ത ചേരുവകളൊക്കെ ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ചൊഴിക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. ഇതിപ്പോൾ റെഡിയാക്കി വെച്ചതുകൊണ്ട് ഇത് പെട്ടെന്ന് തിളച്ച് വരും. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് തരിതരിയായിട്ട് പുട്ടിൻ്റെ പോലത്തെ പൊടിയായാലും കുഴപ്പമില്ല. വലിയ കട്ടകളുണ്ടെങ്കിൽ അത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ ഒരു അരിപ്പയിൽ അരിച്ചെടുത്താലും മതി. പൊടി കുറേശ്ശെയായിട്ട് ഈ തിളച്ച് കിടക്കുന്ന ശർക്കരപ്പാനിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. അതിനുശേഷം ഉടനെ തന്നെ ഇതുപോലെ ഇളക്കി കൊടുക്കണം. പൊടി ഇടുമ്പോൾ കുറേശ്ശെയായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അഥവാ ഇനി ഈ പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ പൊടി കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം 1 കപ്പ് ശർക്കരപ്പാനിയാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പിനേക്കാൾ കുറച്ചും കൂടി ഒരു അളവ് വരുന്നുണ്ട്. ഇതിനി നന്നായിട്ട് കുറച്ച് സമയം തീ കുറച്ചിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് മാവ് ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരും. ഈ സമയത്ത് ഇത് അടുപ്പത്ത് നിന്ന് മാറ്റി കുറച്ച് തണുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. തണുക്കുക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ചൂട് മാറിക്കിട്ടേണ്ട ആവശ്യമില്ല. അത്യാവശ്യം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പരുവാകുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് പാകം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സമയമാകുമ്പോഴേക്ക് ഈ കൂട്ട് ഇളക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിലും ഇതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. മാവ് ഇവിടെ ഏകദേശം റെഡിയായിട്ടുണ്ട്. ഇനി ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. അടുപ്പത്ത് നിന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂട് പെട്ടെന്നങ്ങ് മാറിക്കിട്ടും. അതിനുശേഷം കൈകൊണ്ട് തൊടാൻ പറ്റുന്ന ഒരു പരുവാകുമ്പോൾ ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അത്യാവശ്യം ഒരു ചൂടോടുകൂടെ കുഴച്ചെങ്കിൽ മാത്രമേ ഇത് ശരിയായിട്ട് കിട്ടുള്ളൂ. ഏകദേശം ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന ഒരു പരുവത്തിലാണ് ഇതിൻ്റെ മാവ് റെഡിയാക്കിയെടുക്കുന്നത്. നല്ല ചൂടോടുകൂടെ കുഴയ്ക്കുന്നത് കൊണ്ട് കൈയൊക്കെ ചെറുതായിട്ട് പൊള്ളാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഈ കുഴച്ചെടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മാവിൻ്റെ പാകം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. സാധാരണയായിട്ട് ആലങ്ങ ഉണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കാറില്ല. ചിലർക്ക് ആലങ്ങായും കളിയടയ്ക്കായും ഒക്കെ ഉണ്ടാക്കുമ്പോൾ പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ഒരു പേടിയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആദ്യം ഒരെണ്ണം എണ്ണയിൽ ഉണ്ടാക്കിയതിന് ശേഷം ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ചേരുവകൾ കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആലങ്ങ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
മാവ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇതുപോലെ കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ബോൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പൊട്ടലോ വിള്ളലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല പെർഫെക്റ്റായിട്ട് ഉരുട്ടിയെടുക്കണം. ഞാനിവിടെ കുറച്ച് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ അവർക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം. അവരിത് നന്നായിട്ട് ചെയ്തു തരും. ഇവിടെ ഇപ്പോൾ ബോളെല്ലാം നന്നായിട്ട് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ചെയ്തു തരും. ഇതിലൊരു പൊട്ടലോ വിള്ളലോ ഒന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ സമയമായപ്പോഴേക്ക് ആലങ്ങ വറുത്തെടുക്കാനുള്ള എണ്ണ ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായോന്നറിയാൻ വേണ്ടി ഇതുപോലെ കുറച്ച് മാവ് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ പതഞ്ഞു വരുമ്പോൾ എണ്ണ ചൂടായെന്ന് മനസ്സിലാകാം. ഇനി നമുക്കിതിലേക്ക് ബോളുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ബോളുകൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കാൻ വേണ്ടി പാടില്ല. ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുള്ളൂ. പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ പൊടിഞ്ഞോ പൊട്ടിപ്പോകാനോ ഒക്കെയുള്ളൊരു സാധ്യതയുണ്ട്. ബോളുകൾ ഇട്ട് കൊടുത്ത ഉടനെ ഇതുപോലെ ഒന്ന് പതഞ്ഞ് പൊങ്ങി വരും. അതിനുശേഷം ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിലേക്ക് ഇതുപോലെ ബോളുകൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. ഈ സമയത്ത് ഒരു മിനിറ്റ് തീ കൂട്ടിയിട്ട് കൊടുക്കാം. അതിനുശേഷം തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ചെറിയ തീയിലിട്ടിട്ട് ആലങ്ങ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ആലങ്ങയുടെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. ആലങ്ങ ഓരോ സെറ്റും വറുത്തെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ബോളുകളൊന്നും മൂടി വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ മൂടി വെച്ചില്ലെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗമൊക്കെ ഡ്രൈ ആയിട്ട് ഇതിന് കൂടുതലായിട്ട് വിള്ളൽ വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. തീ കൂട്ടിയിട്ട് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആയിട്ട് കരിഞ്ഞു പോകാനും അകം വേകാതിരിക്കാനും സാധ്യതയുണ്ട്. ആലങ്ങ റെഡിയാക്കിയെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം റെഡിയാക്കിയെടുക്കാൻ. കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ആലങ്ങ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളർ മാറുന്നത് മനസ്സിലാകും. ഈ ഒരു പരുവത്തിൽ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് സോഫ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഇത് കുറച്ചും കൂടെ സമയം ഇത് അടുപ്പത്ത് വെച്ച് ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് ബ്രൗൺ കളറാകുമ്പോഴേക്കും ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. തണുത്തതിന് ശേഷം ഇത് കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ്. ഓണം, വിഷു അതുപോലെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. എല്ലാവർക്കും ഈ പലഹാരം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അല്ലാതെ ഉണ്ടാക്കി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.